നികേഷ്, ഒന്ന് ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ 2-3 ദശാബ്ദക്കാലമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമായിരുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുക എന്നുള്ളത്. അത് ഞങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കുകയോ അത് ഏതെങ്കിലും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാത്രം പറയുകയല്ല. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യമായതോടുകൂടി ഇത്രയും കാലമായിട്ട് കോൺഗ്രസ്സിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റുകളിലുമൊക്കെ നിന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ, അത് ഏത് വിശ്വാസികളാണെങ്കിലും വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ, ഒരു മുദ്രാവാക്യം BJP ഉയർത്തിയാൽ അത് എത്ര ദശാബ്ദം കഴിഞ്ഞിട്ടാണെങ്കിലും, ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള പാർട്ടിയാണ് BJP എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ മറ്റൊന്ന്, താങ്കൾ മനസ്സിലാക്കണം, ഇന്ന് ഇന്ത്യയിൽ 50% വരുന്ന സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ NDA സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ബീഹാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തു കൂടി രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നാൽ ഇന്ത്യയിൽ 60% വരുന്ന ഭൂവിഭാഗങ്ങൾ BJPയോ BJPയുമായിട്ട് സഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണം. വേറൊന്ന്, ഇന്ത്യയിലെ MPമാരുടെ കണക്ക് പ്രകാരം 55.8% MPമാർ, BJPയുടെ 303 MPമാരെന്ന് പറയുന്ന 55.8% ഇന്ത്യൻ പാർലമെൻറ്റിലെ MPമാരാണ്. NDA സഖ്യത്തിന് 65.2% MPമാരുണ്ട്. അപ്പോൾ ബീഹാറിലും BJP ആണ് ഏറ്റവും വലിയ ശക്തി പാർലമെൻറ്റിൽ. അവിടെ JDU RJDയോ ഒന്നുമല്ല, BJPയാണ് ഏറ്റവും വലിയ ശക്തി പാർലമെൻറ്റിൽ. അപ്പോൾ അത് ബീഹാറിൽ മാത്രമല്ല, കർണാടകയിലാണെങ്കിലും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും കർണാടകയിലും അതുപോലെ ബീഹാറിലും ഉൾപ്പെടെ അസംബ്ലിയിൽ BJP പുറകിലാണെങ്കിലും പാർലമെൻറ്റിൽ BJPയാണ് ഏറ്റവും കൂടുതൽ MPമാരെ ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബീഹാറിൽ ഞങ്ങളുടെ ഈ പാർലമെൻറ്റ് ഇലക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഭീഷണിയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് നികേഷ്. ഞങ്ങൾക്ക് 400 MPമാരെ വിജയിപ്പിക്കുക, 3/2 ഭൂരിപക്ഷത്തിലോടുകൂടി അധികാരത്തിൽ വരിക. ഈ രാജ്യത്ത് ഞങ്ങൾ 9 വർഷമായിട്ട് 10 വർഷമായിട്ടുള്ളൂ നിരന്തരമായി ഭരിച്ചിട്ട്. ഞങ്ങൾക്ക് ഈ ഭരണം ഒരു അരനൂറ്റാണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ 2047 ആകുമ്പോൾ വികസിത ഇന്ത്യയാക്കണം. ഈ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കണം. ഞങ്ങളുടെ പാർട്ടി ഇനിയും ഒരു 50 വർഷം ഭരിക്കണം. ഇത്തരത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് BJP പോകുന്നത്. BJPക്ക് കേവലമായ ഒരു ഇപ്പോൾ വരുന്ന 3 മാസത്തിന് ശേഷം നടക്കുന്നൊരു തിരഞ്ഞെടുപ്പ്, 1.5 വർഷത്തിന് ശേഷം നടക്കുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങൾക്കപ്പുറത്ത് BJPക്ക് ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് BJPയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, രാജ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഉയർച്ചയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ഭാവി തലമുറയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രക്രിയയിലൂടെ BJPയിലേക്ക് ഈ ചെറുനദികൾ മഹാസമുദ്രത്തിലേക്ക് വന്നു പതിക്കുന്നത് പോലെ ഇതെല്ലാം BJPയിലേക്ക് സ്വാഭാവികമായിട്ട് വന്നെത്തും. കാരണം ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും ഇങ്ങനെയുള്ളൊരു നേതൃത്വവും ഇത്രയും സുസംഘടിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും സുസംഘടിതമായിട്ടുള്ളൊരു മുന്നണിയും BJP നേതൃത്വം നൽകുന്നതല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യവും കൂടി ഉള്ള സാഹചര്യത്തിലാണ് ഈ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ.